ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എനിക്ക് 600 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള കോടനാടുള്ള കാപ്രിക്കാട് മിനി സൂ. അപ്പോൾ നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. പെരിയാറിനടുത്ത് കോടനാടെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മിനി സൂ സ്ഥിതി ചെയ്യുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് ഇതിൻ്റെ ക്ലോസിങ് ടൈം. അപ്പോൾ ഞാൻ എത്തിയത് വൈകുന്നേരം 4 മണിക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകളൊക്കെ കുറവായിരുന്നു. അതിരാവിലെ വരുവാണെങ്കിൽ ഈ ഗാർഡനിൽ മൊത്തം ഒരുപാട് പൂമ്പാറ്റകളെ കാണാം. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്ന ആനത്താവളവും ഡിയർ പാർക്കുമാണ്. അപ്പോൾ ഇന്നത്തെ സമയപരിമിതി മൂലം ഞാൻ നേരെ ആനത്താവളത്തിലോട്ടാണ് പോയത്. കൂടാതെ ചിൽഡ്രൻസ് പാർക്കും ആനകളെ കുളിപ്പിക്കുന്ന കടവും അങ്ങനെ ഒട്ടനവധി കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, സമയപരിമിതി മൂലം 5 മണിക്ക് ഇറങ്ങിയേ പറ്റൂ. അപ്പം നേരെ ആനത്താവളത്തിലേക്ക്. ഉള്ളിലോട്ട് പോകും തോറും നമ്മൾ കാട്ടിൽ കൂടി നടക്കുന്നൊരു ഫീലാണ്. സൈഡിൽ തന്നെ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളും ഉണ്ട്. മരങ്ങൾക്കിടയിൽ എന്തോ ഒരു അനക്കം കണ്ട് നോക്കിയതാ. ദേ നിൽക്കുന്നു കാട്ടുകോഴി. എന്നെയൊക്കെ ഓരോരുത്തർ വിളിച്ച് കളിയാക്കാറുണ്ട് കാട്ടുകോഴി കാട്ടുകോഴി എന്ന്. ഗ്രേ ജംഗിൾ ഫൗൾ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കാടുകളിൽ കണ്ടുവരുന്ന ഒരു കാട്ടുകോഴി ഇനമാണിത്. പെരിയാറിൻ്റെ അക്കരെ വനമേഖലയാണ്. അവിടെ നിന്നും ഇങ്ങോട്ട് തീറ്റ തേടി വരുന്നതാ. ഒരു കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വരുന്നത് കണ്ടപ്പോൾ പിടക്കോഴികളെല്ലാം ഓടിപ്പോയി. പൂവൻ ഒരു പേടിയുമില്ല. അങ്ങനെ ദേ ആനത്താവളത്തിലെത്തി. മൊത്തത്തിൽ 7 ആനകളുണ്ട് ഇവിടെ. ഇപ്പോൾ എല്ലാവരുടെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 5 പിടിയാനയും 2 കൊമ്പനാനയാണ് ഉള്ളത്. ഇവളുടെ തല ഉലുക്കൽ കണ്ടപ്പോൾ പെട്ടെന്ന് എന്തുവാ മനസ്സിലോട്ട് ഓർമ്മ വന്നതെന്നറിയാവോ? പട്ടാഭിഷേകത്തിലെ പൊന്നുമടത്തി ലക്ഷ്മിക്കുട്ടി. ഈ നിൽക്കുന്ന ആനക്ക് 19 വയസ്സേ ഉള്ളൂ. എന്നാൽ ആ അറ്റത്ത് നിൽക്കുന്ന ആനയുടെ പേര് സുനിത എന്നാ. 52 വയസ്സുണ്ട് അവൾക്ക്. ഇവരൊന്നും അല്ലാതെ ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മാറി ഒരുത്തൻ നിൽപ്പുണ്ട്, ഒരു കൊമ്പൻ. പീലാണ്ടി ചന്ദ്രു. അവനെ ഞാൻ കാണിച്ചു തരാം. അവൻ്റെ അടുത്തോട്ട് ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആന സുനിത. 52 വയസ്സുണ്ട്. ഇനി ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രു എന്ന കൊമ്പൻ്റെ അടുത്തോട്ടാണ്. അവനെ തളച്ചിരിക്കുന്ന ഈ ആനകളിൽ നിന്നും കുറച്ച് ദൂരത്തോട്ട് മാറിയാണ്. ഇതാണ് പീലാണ്ടി ചന്ദ്രു. ഇവൻ മണ്ണാർക്കാട് ജനവാസ മേഖലയെ വിറപ്പിച്ചൊരാനയാണ്. 2017 പിടികൂടി ഇവിടെ ഒരു ആനക്കൂട്ടിൽ കൊണ്ടുവന്ന് ചട്ടം പഠിപ്പിച്ച് ഇപ്പം നല്ല ശാന്ത സ്വഭാവക്കാരനായി. ചന്ദ്രുവിൻ്റെ അടുത്ത് തന്നെ ഒരു പഴക്കമേറിയ ഒരു ആനക്കൂടും ഉണ്ട്. ചിലപ്പോൾ അതിലായിരിക്കും ഇവനെ മെരുക്കിയത്. എന്തായാലും അതിനൊരുപാട് പഴക്കമുണ്ട്. ഇവിടെ തന്നെ ഇവനെ പറ്റിയുള്ള ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇറങ്ങാനുള്ള സമയമായി. അപ്പോൾ ഞാൻ ഇവരെയും വെറുപ്പിക്കുന്നില്ല, ഒരുപാട് നീട്ടി നിങ്ങളെയും വെറുപ്പിക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.